എല്ലാവർക്കും ടോസ് അക്കാഡമിയുടെ ഈ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. 2025 ഓഗസ്റ്റ് 24 നടന്ന സെറ്റ് പരീക്ഷയുടെ ഒഫീഷ്യൽ ആൻസർ കീ വന്നിട്ടുണ്ട്. LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആൻസർ കീ പരിശോധിക്കാനായിട്ട് പറ്റും. പേപ്പർ 1നും പേപ്പർ 2 സബ്ജക്റ്റുകളുടെയും വേർഷൻ എയുടെയും വേർഷൻ ബിയുടെയും ആൻസർ കീസ് അവൈലബിൾ ആണ്. നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക. നമുക്ക് നിലവിൽ വന്നിരിക്കുന്നത് ടെൻറ്റേറ്റീവ് ആൻസർ കീ ആണ്. ഈ ഉത്തരസൂചികയിൽ ഏതെങ്കിലും ഉത്തരങ്ങൾ തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചോദ്യങ്ങൾ നിലവിൽ LBS തന്നിരിക്കുന്നതിൽ തെറ്റാണെങ്കിൽ അത് നമ്മൾ റെക്ടിഫൈ ചെയ്യണം അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യേണ്ട ടൈമാണ്. പ്രത്യേകിച്ച് 1-2 മാർക്കിനൊക്കെ സ്കോർ പോയി നിൽക്കുന്നവർ അത്തരത്തിൽ ഉത്തരങ്ങൾ തെറ്റാണെങ്കിൽ അത് കൃത്യമായിട്ടും ചലഞ്ച് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മളുടെ സ്കോർ മാറി വരൂ. അപ്പോൾ അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു സെഷനിൽ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. നമ്മൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മളുടെ കയ്യിൽ കൃത്യമായിട്ട് പ്രൂഫ് വേണം. അപ്പോൾ നിങ്ങളത് എങ്ങനെ ചലഞ്ച് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ ഒഫീഷ്യൽ സൈറ്റിൽ തന്നിരിക്കുന്ന ഈ ഒരു ഫോം ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്യണം. അപ്പോൾ ഈ ഫോമിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പേപ്പർ 1 ആണോ പേപ്പർ 2 ആണോ എന്ന് എഴുതണം, ബുക്ക്ലെറ്റ് നമ്പർ എഴുതണം, വേർഷൻ എഴുതണം, ക്വസ്റ്റ്യൻ നമ്പർ എഴുതണം, നിലവിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആൻസർ ഏതാണ്, എ ആണോ ബി ആണോ സി ആണോ, ഇനി അത് ചലഞ്ച് ചെയ്ത് വരേണ്ടത് എയിലോട്ടാണോ ബിയിലോട്ടാണോ സിയിലോട്ടാണോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ടതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്ത് ഒപ്പം ചലഞ്ച് ചെയ്യുന്ന പ്രൂഫ് വെക്കണം. പ്രൂഫ് എന്ന് പറയുമ്പോൾ ഗൂഗിളിൽ നിന്നുള്ള സ്ക്രീൻഷോട്ട് പോരാ. ഇപ്പം എന്തൊരു തിയറി ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ബുക്കിൻ്റെയോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ട് ഏതെങ്കിലും വെബ്സൈറ്റിൻ്റെ ലിങ്കോ അങ്ങനെ അതിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടുകളൊക്കെ വെക്കുന്നതിന് കുഴപ്പമില്ല. ബുക്കാണെങ്കിൽ ബുക്കിൻ്റെ പേര്, ഓതറിൻ്റെ പേര്, ബുക്ക് നമ്പർ, പേജ് നമ്പർ, പിന്നെ ആ പേജിൻ്റെ ചെറിയൊരു കോപ്പി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു ചലഞ്ചിങ്ങിന് മുതിരാനായിട്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ചലഞ്ച് ചെയ്യുമ്പോൾ അതിന് ചെറിയൊരു എമൗണ്ട് മുടക്കിയാണ് നമ്മളത് ചലഞ്ച് ചെയ്യേണ്ടത്. അത് നമ്മൾ ബാങ്കിൽ നിന്നും DD അടച്ച് ആ ഒരു ഡീറ്റെയിൽസ് കൂടി ഫില്ല് ചെയ്തിട്ട് വേണം ഈ ഒരു ഇത്രയും കാര്യങ്ങൾ നമ്മൾ LBSന്റെ ഒഫീഷ്യൽ അഡ്രസ്സിലേക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ആ പോസ്റ്റ് അയക്കേണ്ട അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ആൻസർ കീ വന്ന് വിത്തിൻ 5 കലണ്ടർ ഡേയ്സിനുള്ളിൽ ഈ പ്രൂഫോട് കൂടിയ ചലഞ്ചിങ് ഫോർമാറ്റ് LBSന്റെ ഓഫീസിൽ എത്തിയെങ്കിൽ മാത്രമേ അത്തരത്തിലൊരു ചേഞ്ച് നമുക്ക് റെക്ടിഫൈ ചെയ്ത് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 300 രൂപ എന്നുള്ള രീതിക്കാണ് DD വരുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 300 രൂപ മുടക്കി വേണം ചലഞ്ച് ചെയ്യാൻ. ഈ ക്വസ്റ്റ്യൻ യഥാർത്ഥത്തിൽ റെക്ടിഫൈ ചെയ്ത് വന്നാൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് തന്നെ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ ആ ഒരു എമൗണ്ട് തിരിച്ച് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിതിന് റെക്ടിഫൈ ചെയ്യാൻ ചലഞ്ച് ചെയ്യുമ്പോൾ 100% മാറി വരുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം ചലഞ്ച് ചെയ്യുക. ഇനി ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ നിങ്ങളുടെ ഡൗട്ടുകൾ, ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഡൗട്ടുകൾ, മാറി വരുന്ന ഡൗട്ടുകൾ, നിങ്ങളുടെ സബ്ജക്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ, വേർഷൻ, ഡൗട്ട് ഇത്രയും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ജനറൽ പേപ്പറിൻ്റെയും സബ്ജക്റ്റ് പേപ്പറിൻ്റെയും ടോസ് അക്കാഡമിയുടെ അധ്യാപകർ അത് ചെക്ക് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള പ്രൂഫുകളും കാര്യങ്ങളും നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെയും വീഡിയോസിലൂടെയൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും. ഒപ്പം നമ്മളുടെ നേതൃത്വത്തിലും ഇത്തരത്തിലൊരു ചലഞ്ചിങ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ കാര്യം എത്രയും വേഗം ചെയ്യുക കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ മാറി വരേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ആവശ്യമാണ്. നിങ്ങളുടെ ഡൗട്ടുകൾ നമ്മളുടെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. നാളെ മുതൽ ടോസ് അക്കാഡമിയുടെ സബ്ജക്ട് ടീച്ചേഴ്സും ജനറൽ പേപ്പറിൻ്റെ ടീച്ചേഴ്സും റെക്ടിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പ്രൂഫോട് കൂടിയുള്ള വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ചലഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, നിങ്ങളുടെ സബ്ജക്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ, ഇനി നിങ്ങളുടെ ഡൗട്ട് അത്രയും നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മളെല്ലാവരും അത് റീചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ സെറ്റ് എക്സാം പാസ്സാകാത്തവർ വിഷമിക്കേണ്ട. അടുത്ത സെറ്റ് എക്സാം 6 മാസത്തിലുണ്ട്. അപ്പോൾ HSSTക്ക് മുമ്പായിട്ട് തീർച്ചയായിട്ടും ഇനി സെറ്റ് എക്സാം ഒരെണ്ണം കൂടി ഉണ്ടാകും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ടോസ് അക്കാഡമിയിൽ ഒരു ഓൺലൈൻ കോച്ചിങ് സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ ജനറൽ പേപ്പർ, സബ്ജക്റ്റ് പേപ്പർ ആയിട്ടുള്ള മാത്സ്, സുവോളജി, എക്കണോമിക്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, ബോട്ടണി, കെമിസ്ട്രി, മലയാളം, ഹിസ്റ്ററി, ഇത്രയും സബ്ജക്റ്റുകൾക്ക് നമുക്ക് കോച്ചിങ് ക്ലാസ് അവൈലബിൾ ആണ്. കംപ്ലീറ്റ് ടോപ്പിക്സ് കവർ ചെയ്യുന്ന ബാച്ചാണ്. ഈ ഒരു ബാച്ചിനൊപ്പം HSST
യുടെ മിനി MCQ കോഴ്സ് കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി സെറ്റ് പാസ്സാകുന്നവർക്ക് പാസ്സാകുമെന്ന 100% വിശ്വാസത്തിൽ HSST കോച്ചിങ് ക്ലാസ്സുകൾക്കും ജോയിൻ ചെയ്യാം. എല്ലാ സബ്ജക്റ്റുകൾക്കും നമുക്ക് HSSTക്കും കോച്ചിങ് ഉണ്ട്. താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഫ്യൂച്ചർ നിങ്ങളുടേതാണ്. ബെസ്റ്റ് കോച്ചിങ് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ കൂടെ ആവശ്യമാണ്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ടോസ് അക്കാഡമിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചലഞ്ചിങ്ങിന്റെ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കുന്നു.